ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഹനാസ് കുക്കിംഗ് വേൾഡിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കബാബാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 300 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം അരച്ചെടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്, അതും ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് വല്ലുള്ളിയാണ്, അത് ചെറുതായി കട്ട് ചെയ്തെടുത്താണ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്, അതും ചെറുതായി കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ബ്രെഡ് പൊടിച്ചതാണിത്, അതും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുക. ഇത് കൈവച്ച് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്, ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടിയും ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓയിൽ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ എഗ്ഗിൽ കോട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എഗ്ഗിൻ്റെ മിക്സ് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അങ്ങനെ ഡ്രോപ്പ് ആക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആദ്യം ചില്ലിയിലെടുത്ത് തന്നെ ഇതുപോലെ ഡ്രോപ്പ് ചെയ്യുക. എഗ്ഗിൻ്റെ ഒരു മിക്സ് ഞാൻ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കബാബിൻ്റെ മേലേക്ക് ഇതുപോലെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 2 ഭാഗം ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം. 2 സൈഡും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. ആ ക്രിസ്പിനെസ്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.